നമസ്കാരം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിനും ഭാര്യ T വീണയ്ക്കും ഇനി എത്ര ന്യായീകരിച്ചാലും ഒഴിഞ്ഞുമാറാനാകാത്ത വിധം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുരുക്ക് മുറുക്കിയിരിക്കുകയാണ്. റിയാസിന്റെ കോഴിക്കോട്ടെ അടുത്ത സുഹൃത്തുക്കളുടെയും അദ്ദേഹവുമായി ഏറെ അടുപ്പമുള്ള CPM DYFI നേതാക്കളുടെയും വീടുകളിലും സ്ഥാപനങ്ങളിലുമായി 8 ഇടങ്ങളിൽ ED നടത്തിയ മിന്നൽ റെയ്ഡ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയൊരു പ്രകമ്പനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുൻ മന്ത്രിയും പാർട്ടിയും എത്രയൊക്കെ ആവർത്തിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും ഇത് കേവലം ഒരു രാഷ്ട്രീയ വേട്ടയാടലല്ലെന്നും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന സാമ്പത്തിക അന്വേഷണമാണെന്നും ബോധ്യമായി കഴിഞ്ഞു. വീണ താമസിച്ചിരുന്ന തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ മെയ് മാസത്തിൽ ED സംഘം പിടിച്ചെടുത്ത ആ ചുവന്ന കവറുള്ള ഡയറിയാണിപ്പോൾ ഈ കേസിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചിരിക്കുന്നത്. എക്സാലോജിക് കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കൈമാറ്റം ചെയ്യപ്പെട്ട വ്യക്തികളുടെ പേരുകൾ ഈ ഡയറിയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് P നിഖിൽ, DYFI മേഖലാ ഭാരവാഹി നന്ദുലാൽ, റിയാസിന്റെ കോളേജ് കാലം മുതലുള്ള സുഹൃത്തുക്കളായ ഷൈജൽ, ഫെബീഷ്, വാരിഷ് കളത്തിങ്കൽ, ഫൈജാസ് എന്നിവരുടെ അക്കൗണ്ടുകളിലേക്കാണ് ഈ ഒരു പണം പോയിരിക്കുന്നത്. ED വീണയെ ചോദ്യം ചെയ്യുമ്പോൾ ഇവരെല്ലാം തന്റെ ഭർത്താവിന്റെ സുഹൃത്തുക്കളാണെന്നും തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കാണ് പണം നൽകിയതെന്നും സമ്മതിക്കേണ്ടതായും വന്നു. റിയാസ് ചോദിക്കുന്നുണ്ട്, ഭാര്യ ബിസിനസ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റെന്ന്. എന്നാൽ ഒരു സേവനവും നൽകാതെ 1.72 കോടി രൂപ കൈപ്പറ്റിയെന്ന് ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് കൃത്യമായി കണ്ടെത്തിയ ഈ ഒരു കേസിനെയാണ് റിയാസ് മാന്യമായ ബിസിനസ് എന്ന് വിളിക്കുന്നത്. മുഹമ്മദ് റിയാസ് ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യരെല്ലാം ചോദിക്കുന്നത്. യാതൊരുവിധ സേവനവും നൽകിയിട്ടില്ലെന്ന് CMRL കമ്പനി ജീവനക്കാർ തന്നെ മൊഴി നൽകിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് എക്സാലോജിക്. ഒരു വിവര സാങ്കേതിക വിദ്യ കമ്പനി കൊടുക്കുന്ന സേവനം എന്താണെന്ന് പൊതുസമൂഹത്തോട് വിശദീകരിക്കാൻ ഇതുവരെ ഇവർക്ക് കഴിഞ്ഞിട്ടുമില്ല. അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന സ്വാധീനം ഉപയോഗിച്ച് വാങ്ങിയ ഈ പണം തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് വേണ്ടി പാർട്ടി നേതാക്കൾക്കും സുഹൃത്തുക്കൾക്കും കൈമാറിയെന്ന മൊഴി തന്നെ കള്ളപ്പണ നിരോധന നിയമത്തിന് കീഴിൽ വരുന്ന വൻ കുറ്റകൃത്യമാണ്. ഇതൊക്കെ കേട്ട് വിശ്വസിക്കാൻ അന്ധരായ അണികൾ കാണുമായിരിക്കും. എന്നാൽ നിയമത്തിനും കോടതിക്കും മുന്നിൽ ഈ അസംബന്ധ വാദങ്ങൾ വിലപ്പോവില്ല. സംസ്ഥാന പോലീസിനെ പോലും അറിയിക്കാതെ കേന്ദ്രസേനയുടെ കവചത്തിൽ ED ഉദ്യോഗസ്ഥർ എത്തിയതും ഇവരുടെ സ്വത്തുക്കൾ മരവിപ്പിക്കാൻ നീക്കം നടത്തുന്നതും കാര്യങ്ങളുടെ ഗൗരവം വ്യക്തമാക്കുന്നുണ്ട്. ഇത്രയൊക്കെ തെളിവുകൾ പുറത്തു വന്നിട്ടും തല പോയാലും പോരാടും, EDയെ പേടിച്ച് ഓടില്ല എന്നൊക്കെയുള്ള സിനിമാറ്റിക് ഡയലോഗുകൾ പറഞ്ഞ് വിഷയം തിരിച്ചുവിടാനാണ് റിയാസ് ശ്രമിക്കുന്നത്. സ്വന്തം ഭാര്യയുടെയും സുഹൃത്തുക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് ഒഴുകിയെത്തിയ സാമ്പത്തിക ഇടപാടുകളുടെയും സ്രോതസ് വെളിപ്പെടുത്താൻ തയ്യാറാകാതെ ജയിച്ച MLAമാർ BJPയിൽ പോയി എന്ന് പറഞ്ഞ് ഡൈവേർട്ട് ചെയ്യാൻ നോക്കുന്നത് റിയാസിന്റെ ഭയം കൊണ്ട് തന്നെയാണ്. സർക്കാരിന്റെ സ്വാധീനം ഉപയോഗിച്ച് നടത്തിയ വഴിവിട്ട പണമിടപാടിൽ അടിയന്തര വിജിലൻസ് അന്വേഷണവും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള CBI അന്വേഷണവും വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ബിസിനസ് ചെയ്യാൻ പ്രോത്സാഹനം നൽകി എന്ന് പറയുന്ന റിയാസ് ഭരണഘടനാ പദവികളെ ദുരുപയോഗം ചെയ്ത് കള്ളപ്പണം വെളുപ്പിക്കാൻ കൂട്ടുനിന്നതിന് പൊതുസമൂഹത്തോട് മറുപടി പറഞ്ഞേ മതിയാകൂ. നിയമത്തിന്റെ മുന്നിൽ നിന്നും സത്യത്തിൽ നിന്നും ഓടി ഒളിക്കാൻ ഇനി ഒരു റിയാസിനും വീണയ്ക്കും കഴിയില്ലെന്ന് ഈ റെയ്ഡുകൾ തെളിയിക്കുകയാണ്.